Hi everyone. Next topic on inner product space. Definition. An inner product space is a real or complex vector space together with a specified inner product on that space. അതായത് ഇന്നർ പ്രൊഡക്റ്റ് എന്നതൊരു റിയലോ കോംപ്ലക്സോ ആയിട്ടുള്ള ഒരു വെക്റ്റർ സ്പേസ് ആണ്. കൂടെ എന്തുണ്ടാവും, ഒരു ഇന്നർ പ്രൊഡക്റ്റും കൂടെ ഉണ്ടാവും. ഓക്കെ, എ ഫൈനൈറ്റ് ഡയമെൻഷണൽ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഈസ് ഓഫൺ കാൾഡ് യൂക്ലിഡിയൻ സ്പേസ്. A complex inner product space is often referred to as unitary space. Next theorem, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. ഇഫ് V is an inner product space, then for any vectors alpha, beta in V and any scalar C, ഒന്നാമത്തെ പ്രോപ്പർട്ടി നോം ഓഫ് സി ആൽഫ ഈക്വൽ ടു മോഡ് സി ഇൻറ്റു നോം ഓഫ് ആൽഫ. രണ്ടാമത്തെ പ്രോപ്പർട്ടി നോം ഓഫ് ആൽഫ ഗ്രേറ്റർ ദാൻ 0 ഫോർ ആൽഫ നോട്ട് ഈക്വൽ ടു 0. മൂന്നാമത്തെ പ്രോപ്പർട്ടി മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ബീറ്റ ലെസ് ദാൻ ഈക്വൽ ടു നോം ആൽഫ ഇൻറ്റു നോം ബീറ്റ. ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറയുന്ന പേരാണ് കോഷി ഷ്വാർട്സ് ഇനീക്വാലിറ്റി എന്നത്. നാലാമത്തെ പ്രോപ്പർട്ടി നോം ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ ഈക്വൽ ടു നോം ഓഫ് ആൽഫ പ്ലസ് നോം ഓഫ് ബീറ്റ, അതായത് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് പ്രൂവ് ചെയ്യാം. നോം ഓഫ് സി ആൽഫ ഈക്വൽ ടു മോഡ് സി ഇൻറ്റു നോം ആൽഫ എന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോം ഓഫ് സി ആൽഫ സ്ക്വയർ എന്താ? നോം ഓഫ് സി ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സി ആൽഫ ആൻഡ് സി ആൽഫയാണ്. കാരണം നോം ഓഫ് ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫയാണ്. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റിൽ ഈ സീനെ നമ്മൾ പുറത്തെടുത്താൽ എന്ത് വരും? സി ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് സി ആൽഫ. രണ്ടാമതായിട്ട് നമ്മൾ ഈ താഴെ കിടക്കുന്ന ഈ സീനാണ് പുറത്തെടുക്കുന്നത്. അപ്പം എന്തും കൂടെ ഉണ്ടാവും? പുറത്തെടുക്കുമ്പോൾ ഒരു ബാറും കൂടെ ഉണ്ടാവും. സി ബാർ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ. സി ബാർ എന്താ? മോഡ് സി സ്ക്വയർ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ എന്നാൽ നോം ഓഫ് ആൽഫ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടിയത് നോം ഓഫ് സി ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു മോഡ് സി സ്ക്വയർ ഇൻറ്റു നോം ഓഫ് ആൽഫ സ്ക്വയർ. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് എന്ത് വന്നു? നോം ഓഫ് സി ആൽഫ ഈസ് ഈക്വൽ ടു മോഡ് സി ഇൻറ്റു നോം ഓഫ് ആൽഫ. ഒന്നാമത്തെ പ്രോപ്പർട്ടിയായി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ആണ് നോം ഓഫ് ആൽഫ ഗ്രേറ്റർ ദാൻ 0 ഫോർ ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. നോം ഓഫ് ആൽഫ സ്ക്വയർ എന്നത് എന്തായിരുന്നു? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ. ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ഗ്രേറ്റർ ദാൻ 0 ഈഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0. കാരണം നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റിലെ ആ കണ്ടീഷനാണത്, അല്ലേ? അപ്പോൾ നോം ഓഫ് ആൽഫ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഈഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താ? നോം ഓഫ് ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ആൽഫ നോട്ട് ഈക്വൽ ടു 0. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി കോഷി ഷ്വാർട്സ് ഇനീക്വാലിറ്റിയാണ്. അതായത് കോഷി ഷ്വാർട്സ് ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് നോം ഓഫ് ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് നോം ഓഫ് ആൽഫ ബീറ്റ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ആൽഫ ഇൻറ്റു നോം ഓഫ് ബീറ്റ. കേസ് 1, ആൽഫ എന്നത് 0 ആണെന്ന് വിചാരിച്ചു. ആൽഫ എന്നത് 0 ആയാൽ ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ എന്താവും? 0. ഇവിടെ നോം ഓഫ് ആൽഫ എന്ത് തന്നെയാണ്? 0. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് തന്നെ വരും? ഈക്വൽ ടു വരും. അപ്പോൾ ഇഫ് ആൽഫ ഈക്വൽ ടു 0 then the inequality becomes an equality as both sides become 0. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് സൈഡിലും 0 എന്ന് കിട്ടും. അത് ഈക്വൽ ടു സൈനായി. കേസ് 2, if alpha not equal to 0, put gamma equal to gamma എന്ന് പറഞ്ഞാൽ ബീറ്റ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ സ്ക്വയർ. ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഗാമ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. കാരണം നോം ഓഫ് ആൽഫ സ്ക്വയർ എന്ന് തന്നെയാവും, നോട്ട് ഈക്വൽ ടു 0 ആവും. ഓക്കെ, then inner product of gamma and alpha is equal to inner product of gamma എന്ന് പറഞ്ഞാൽ ബീറ്റ മൈനസ് inner product of beta and alpha into alpha divided by norm of alpha square and alpha.
അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ഗാമ ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ഗാമ. അതായത് ഇതൊരു ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം ആണെങ്കിൽ ഫസ്റ്റ് ടേമിനോട് കൂടെ എന്ത് ചെയ്യണം, ഗാമ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യണം. പിന്നെ സെക്കൻഡ് ടേമിനോട് കൂടെ ഗാമ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ലീനിയാരിറ്റി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ഏതാ? ഫസ്റ്റ് ടേം എന്നത് ബീറ്റയാണ് അല്ലേ? ഇത് ഫസ്റ്റ്, അതേപോലെ ഇത് സെക്കൻഡായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിനോട് കൂടെ ഏത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യണം? ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യണം. പിന്നെ സെക്കൻഡ് ടേമിനോട് കൂടെയും ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ബീറ്റയാണ്, ബീറ്റ ആൻഡ് ആൽഫ, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ മൈനസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ സ്ക്വയർ, കൂടെ എന്നുകൂടെ വേണം ആൽഫ. അപ്പോൾ സെക്കൻഡ് ടേമിനോട് കൂടെയും നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ മൈനസ്, ഇവിടെ നോക്കൂ, ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ എന്നതൊരു സ്കേലാറാണ്. അതേപോലെ നോം ഓഫ് ആൽഫ സ്ക്വയർ ഒരു സ്കേലാറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫയും അതേപോലെ നോം ഓഫ് ആൽഫ സ്ക്വയറും എന്നതൊരു സ്കേലാറാണ്. അപ്പോൾ അതിനെ നമുക്ക് പുറത്തെടുക്കാം. എന്ന് വന്നു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ സ്ക്വയർ എന്നെ പുറത്തെടുത്തു. ഇനി ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുന്നത് ആരുമായിട്ടായിരിക്കും? ആൽഫ ആൻഡ് ആൽഫ അല്ലേ? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ, that is equal to inner product of beta and alpha minus inner product of beta and alpha into divided by norm of alpha square into ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? നോം ഓഫ് ആൽഫ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇൻറ്റു നോം ഓഫ് ആൽഫ സ്ക്വയർ. അപ്പോൾ ഈ നോം ഓഫ് ആൽഫ സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ വരും. ദാറ്റ് ഈസ് 0. ഓൾസോ നോം ഓഫ് ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഗാമ ആൻഡ് ഗാമ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഗാമ എന്ന് പറഞ്ഞാൽ ബീറ്റ മൈനസ് inner product of beta and alpha into alpha divided by norm of alpha square and ഇനി ബീറ്റ മൈനസ് inner product of beta and alpha into alpha divided by norm of alpha square. അപ്പോൾ ഇതായിട്ടാണ് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഫസ്റ്റുമായിട്ട് ആദ്യം ഇത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ബീറ്റ മൈനസ് ഇനി ഇവിടുത്തെ ഫസ്റ്റും ഇവിടുത്തെ സെക്കൻഡും. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് പറഞ്ഞാൽ ബീറ്റ, അപ്പോൾ മൈനസ് ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ഇവിടുത്തെ ഇതുമായിട്ടല്ലേ നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ into alpha divided by norm of alpha square. എപ്പോഴും ഇന്നർ പ്രൊഡക്റ്റ് എന്നത് വെക്റ്റേഴ്സുമായിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്കേലാർസുകളൊക്കെ നമ്മൾ പുറത്തെടുക്കണം. ഇനി ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ചെയ്തത്? ഇവിടുത്തെ ഫസ്റ്റ് ചെയ്തു, അതായത് ഇതും ചെയ്തു, പിന്നെ ഇതും ചെയ്തു. ഇത് നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡുമായിട്ടാണ്. അപ്പോൾ ഏതാണ് ഇവിടുത്തെ സെക്കൻഡായിട്ട് വരിക? സെക്കൻഡ് പറഞ്ഞാൽ ഇനി ഇതും അപ്പോൾ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ഇൻറ്റു ആൽഫ, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ സ്ക്വയർ മായിട്ട് ആരെ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യണം? ബീറ്റിനെ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യണം. അപ്പം ബീറ്റ. ഇനി ഇവിടെ ഒരു മൈനസും ഉണ്ട്, ഇവിടെ ഒരു മൈനസും ഉണ്ട്. അപ്പോൾ എന്തായി? പ്ലസ് ആയിട്ട് മാറി. പ്ലസ് ഇനി ആരായിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യേണ്ടത്? ഈ ടേമും അല്ലേ? അപ്പോൾ അത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുക.
അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ഇൻറ്റു ആൽഫ ബൈ നോം ഓഫ് ആൽഫ സ്ക്വയർ ആൻഡ് inner product of beta and alpha into alpha divided by norm of alpha square. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ബീറ്റ എന്താ? നോം ഓഫ് ബീറ്റ സ്ക്വയർ അല്ലേ? അപ്പം നോം ഓഫ് ബീറ്റ സ്ക്വയർ മൈനസ്, ഇനി ഇവിടെ നോക്കൂ, നേരത്തെ നമ്മൾ ചെയ്ത അതേ പരിപാടി തന്നെയാണ്. ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫയും നോം ഓഫ് ആൽഫ സ്ക്വയറും ഒരു സ്കെയിലാറാണ്. അപ്പോൾ അതിനെ നമ്മൾ പുറത്തെടുക്കണം. പുറത്തെടുക്കുമ്പോൾ എന്തും കൂടെ ഉണ്ടാവും? ഒരു കോൺജുഗേറ്റ് ഉണ്ടാവും. പിന്നെ ഈ ബീറ്റയും ആൽഫയായിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുകയാണ്. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ സ്ക്വയർ. അപ്പോൾ എന്തുണ്ടാവും? ഒരു കോൺജുഗേറ്റ് ഉണ്ടാവും. നോം ഓഫ് ആൽഫ സ്ക്വയറിന് കോൺജുഗേറ്റ് വേണോ? വേണ്ട. ഇനി ബീറ്റ ആൻഡ് ആൽഫ ആയിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ മൈനസ്, ഇവിടെ നമ്മുടെ മുകളിലാണ് നമ്മുടെ ഈ കോൺസ്റ്റൻ്റ് ഉള്ളത്. അപ്പോൾ പുറത്തെടുക്കുമ്പോൾ അത് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ സ്ക്വയർ. അതിനെ പുറത്തെടുത്തു. ബാക്കി ഇന്നർ പ്രൊഡക്റ്റ് ആരുമായിട്ട് ചെയ്യണം? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. ഇനി പ്ലസ് ഇവിടെ ഇതൊരു സ്കെയിലാറാണ്. അപ്പോൾ അതിനെ പുറത്തെടുക്കണം. അതേപോലെ ഇതൊരു സ്കെയിലാറാണ്. അപ്പോൾ അതിനെയും പുറത്തെടുക്കണം. അപ്പോൾ ഈ സ്കെയിലാർ പുറത്തെടുക്കുമ്പോൾ അതേപോലെ തന്നെ വരും. പക്ഷേ താഴെയുള്ള സ്കെയിലാർ പുറത്തെടുക്കുമ്പോൾ എന്തുണ്ടാവും? ഒരു കോൺജുഗേറ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്കെയിലാറിനെ പുറത്തെടുക്കാം. അതായത് inner product of beta and alpha, inner product of beta and alpha by norm of alpha square, norm of alpha square into, ഇനി ഈ താഴെയുള്ള ഈ ഒരു സ്കെയിലാറിനെ പുറത്തെടുക്കുമ്പോൾ എന്തുണ്ടാവും? ഒരു കോൺജുഗേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ബാർ ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ സ്ക്വയർ. ഇനി ഇവിടെ ബാക്കി ഏത് വെക്ടർ ഉള്ളത്? ഈ ആൽഫയും അതേപോലെ ഇവിടെ ഒരു ആൽഫയും. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു നോം ഓഫ് ബീറ്റ സ്ക്വയർ, നോം ഓഫ് ബീറ്റ സ്ക്വയർ മൈനസ്, ഇവിടെ ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ബാറും ഉണ്ട്, അതേപോലെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫയുണ്ട്. നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ബാർ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ സ്ക്വയർ, നോം ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫയും അതേപോലെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റയും ഉണ്ട്. അപ്പോൾ ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ നമ്മൾ തിരിച്ചെഴുതുക. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ആക്കിയിട്ട് എഴുതാം. അപ്പോൾ എന്തുണ്ടാവും? ഒരു ബാർ ഉണ്ടാവില്ലേ? അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ബാർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനും കൂടെ എഴുതാം. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ബാർ divided by norm of alpha square plus inner product of beta and alpha. ഇവിടെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ബാർ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്കൊരു നോം ഓഫ് ആൽഫ സ്ക്വയർ ഇൻറ്റു നോം ഓഫ് ആൽഫ സ്ക്വയർ. ഈ നോം ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ആൽഫ എന്താവും? നോം ഓഫ് ആൽഫ സ്ക്വയർ ആവില്ലേ? അപ്പോൾ അതും ഇതും കൂടി ക്യാൻസൽ ചെയ്യാം. ബാക്കി ഒരു നോം ഓഫ് ആൽഫ സ്ക്വയർ ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു മൈനസ് ടേമും ഇതൊരു പ്ലസ് ടേമുമാണ്. അതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് നോം ഓഫ് ബീറ്റ സ്ക്വയർ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബീറ്റ ആൻഡ് ആൽഫ ബാർ into inner product of beta and alpha divided by norm of alpha square. That is equal to norm of beta square
മൈനസ് ഇത് ഞാൻ തിരിച്ചിടുവാണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ എന്നായി. ഇതിനെ തിരിച്ചിടുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ബീറ്റ ബാർ എന്ന് വരും. ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു നോം ഓഫ് ബീറ്റ സ്ക്വയർ മൈനസ് സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോഡ് സെഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ബാർ എന്താ വരിക? മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഹോൾ സ്ക്വയർ. അപ്പം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഹോൾ സ്ക്വയർ. ലെഫ്റ്റ് സൈഡിൽ ആരാ? നോം ഓഫ് ഗാമ സ്ക്വയർ അല്ലേ. അപ്പം നോം ഓഫ് ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു നോം ഓഫ് ബീറ്റ സ്ക്വയർ മൈനസ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഹോൾ സ്ക്വയർ. ഈ നോം ഓഫ് ഗാമ സ്ക്വയർ എപ്പോഴും പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ നോം ഓഫ് ഗാമ സ്ക്വയർ പോസിറ്റീവാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് നോം ഓഫ് ബീറ്റ സ്ക്വയർ ഈസ് norm of beta square minus inner product of alpha and beta മോഡ് സ്ക്വയർ അല്ലേ. മോഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ മോഡ്ലെസ് വേണ്ട, കാരണം ഇന്നർ പ്രൊഡക്റ്റ് എന്നതൊരു സ്കേലാർ ആയില്ലേ. സ്ക്വയർ ഡിവൈഡഡ് ബൈ അതായത് ഇവിടെ താഴെ ഒരു നോം ഓഫ് ആൽഫ സ്ക്വയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോം ഓഫ് ആൽഫ സ്ക്വയർ എന്നുണ്ട് കേട്ടോ. ഇവിടെയും നോം ഓഫ് ആൽഫ സ്ക്വയർ, അപ്പോഴേ ശരിയാവുള്ളൂ. അപ്പോൾ നോം ഓഫ് ബീറ്റ സ്ക്വയർ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ഓഫ് ആൽഫ സ്ക്വയർ എന്ത് വന്നു? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നു. ഈ നോം ഓഫ് ആൽഫ സ്ക്വയറിന് ഇങ്ങോട്ട് വന്നാൽ നോം ഓഫ് ആൽഫ സ്ക്വയർ ഇൻറ്റു നോം ഓഫ് ബീറ്റ സ്ക്വയർ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് നമുക്ക് എന്ത് വന്നു? മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ആൽഫ സ്ക്വയർ ഇൻറ്റു നോം ഓഫ് ബീറ്റ സ്ക്വയർ. ദാറ്റ് ഈസ് നോം ഓഫ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു മോഡ് ഓഫ് ആൽഫ സ്ക്വയർ ഇൻറ്റു norm of beta square, norm of alpha square into norm of beta square. Okay.